ഇവിടെ വിക്രം ഭയങ്കര അർജന്റായിട്ട് ധൃതിയില് ഫ്ലൈറ്റ് കയറാനായിട്ട് പോകുമ്പോൾ അറിയാതെ ഒരു പണക്കാരനെ തട്ടിയിടുന്നുണ്ട്. വിക്രമും സോറി പറഞ്ഞ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പണക്കാരൻ ഭയങ്കരമായിട്ട് അഹങ്കാരമുള്ള ആളായിരുന്നു. അവനും എന്നെ തള്ളിയിട്ടിട്ട് അങ്ങനെ നിസ്സാരമായിട്ട് നിനക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്നും ചോദിച്ച് വിക്രമിന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി അത് കീറിക്കളയാണ്. ഇത് കണ്ടതും ദേഷ്യം വന്ന വിക്രമാണെന്ന് വെച്ചാൽ ഇനി 5 മിനിറ്റിനുള്ളിൽ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരേ ഒരു ഫോൺ കോൾ മാത്രം ചെയ്യുന്നുള്ളൂ. ആ ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞതും 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാന്ന് വെച്ചാൽ വന്നിട്ട് ഈ ഒരു പണക്കാരനോട് പറയാണ് നിങ്ങളുടെ പേരിലുള്ള എയർലൈൻസിന്റെ ലൈസൻസ് കട്ട് ചെയ്തു എന്ന് പറയാം. അത് കേട്ടതും അവൻ ആകെ ഷോക്കായി പോവാണ്. വിക്രമിനോട് ആ ഒരു പണക്കാരനും നിങ്ങൾ ആരാണ് സാറേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ആ ഒരു ടൈമില് വിക്രമിന്റെ മാനേജർ വന്നിട്ട് അവനോട് പറയാണ് സോ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഞാൻ പ്രൈവറ്റ് ജെറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, വേഗം തന്നെ അമേരിക്കയിൽ എത്തണം എന്ന്. അത് കേട്ടതും ആ ഒരു പണക്കാരന് മനസ്സിലാവാണ് പ്രൈവറ്റ് ജെറ്റ് വരെ റെഡി ആക്കിയോ, അങ്ങനെയാണെങ്കിൽ ഇവൻ നിസ്സാരക്കാരനല്ല. ആക്ച്വലി വിക്രം നല്ല ഒരു കോടീശ്വരനായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഇപ്പൊ ആ ഒരു വീട്ടില് പൈസ ഒന്നും ഇല്ലാത്തവരെ പോലെ പാവം പോലെ ജീവിക്കുകയാണ്. ഇപ്പൊ അർജന്റായിട്ട് വിക്രം അമേരിക്കയിലേക്ക് പോകുന്നത് അവന്റെ അച്ഛന് വയ്യാതെ കിടക്കാണ്, അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു.